രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 77 വർഷങ്ങൾ പിന്നിടുമ്പോൾ സമരകാല ഓർമ്മകളുടെ നടുവിലാണ് ഒറ്റപ്പാലം മനുശ്ശേരി ഐക്യര വീട്ടിൽ നാരായണൻ. പഠനകാലത്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായതും AKG നയിച്ച കാൽനട ജാഥയിൽ പങ്കെടുത്തതുമെല്ലാം ഓർക്കുമ്പോൾ നാരായണൻ എന്നും ചോരാത്ത ആവേശമാണ്. ഐക്യർ നാരായണൻ എന്ന നാട്ടുകാരുടെ സ്വന്തം അപ്പുണ്ണി മനുശ്ശേരി സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഐക്യപ്പെട്ട് നടന്ന ഒരു ജാഥ സ്കൂളിന് മുന്നിലൂടെ പോകുന്നത് നാരായണൻ കാണുന്നത്. സ്കൂളിൽ നിന്നും ഇറങ്ങിയോടി നേരെ ജാഥയിൽ കൂടി അവിടെ നിന്ന് തുടങ്ങി പിന്നീട് പല സമരമുഖങ്ങളിലും മുന്നിലുണ്ടായിരുന്നു ഐക്യർ നാരായണൻ. മനുശ്ശേരി സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രാവിലെ ഞാനും വടക്കേരിലെ കൃഷ്ണകുട്ടിയോടൊപ്പം സ്കൂളിലെ മാഷായിരുന്നു. അയാൾ അന്ന് മാഷൊന്നും ആയിട്ടില്ല. ഞാനും ഇവരൊക്കെ ആദ്യം നേരത്തെ എത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ തെക്ക് ഭാഗത്തുനിന്ന് അമ്പലത്തിൻ്റെ അവിടുന്ന് ഒരു ജാഥ വരില്ല. സ്കൂളിൽ പഠിക്കലെത്തിയപ്പോഴേക്കും ഞാനും കൃഷ്ണകുട്ടിയുടെ അവിടെ എത്തിയത് ഭാഷകൻ ചോദിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ ഒരു ജാഥ കോട്ടയിലും പോയി. അപ്പം ഞാൻ ഇവർ ജാഥ പോയതിൻ്റെ പിന്നാലെ ഞാനും കൃഷ്ണകുട്ടിയും ജാഥ പോയി. ബ്രിട്ടീഷ് പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന അച്ഛൻ മനുശ്ശേരി ചായക്കോട്ടിൽ മാധവൻ നായരുടെ കണ്ണു വെട്ടിച്ചായിരുന്നു നാരായണന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടങ്ങൾ. അച്ഛന്റെ മരണശേഷം നാരായണൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി. തിരുവനന്തപുരത്ത് ഈസ്റ്റ് മൈതാനുണ്ട്, അവിടെ അതിൽ വെച്ചിട്ട് മീറ്റിംഗ്. ആ മീറ്റിംഗ് തുടങ്ങാൻ തുടങ്ങണേൻ്റെ ഒരു 10-20 മിനിറ്റ് മുമ്പായിട്ട് ഞാൻ അവിടെ എത്തി. ആ സമയത്ത് ഈ AKGയുടെ എപ്പോഴും ഈ ചെറിയ ട്രാൻസ്ഫർ റേഡിയോ അത് വെച്ചുകൊണ്ടിരിക്കും. അത് വെച്ചപ്പോൾ ചില പ്രധാന വാർത്തകൾ ഇപ്പം പറയുന്ന പറഞ്ഞപ്പോൾ ആ വാർത്ത എന്തായിരുന്നു, EMSന്റെ ഭരണകാലത്ത് അയച്ചിട്ടുള്ള ബില്ലുകൾ പ്രസിഡന്റ് ഒപ്പിട്ട് അന്നത്തെ മുഖ്യമന്ത്രി പൊട്ടനാണ് പിള്ളയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. പണ്ടുകാലത്ത് നിലനിന്നിരുന്ന വസ്തുജപ്തി നടപടികൾക്കെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ നാരായണന് കവളപ്പാറയിൽ മൂപ്പിൽ നായർക്ക് കീഴിലുണ്ടായിരുന്ന എസ്റ്റേറ്റ് ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് മുഴുനീള പൊതുപ്രവർത്തകനായി മാറി. ബ്രിട്ടീഷ് പട്ടാളം അന്വേഷിച്ച് നടന്നിരുന്ന ഇമ്പിച്ചി ബാവയ്ക്കും AKGക്കുമെല്ലാം മനുശ്ശേരിയിലെ വീട്ടിൽ ഒളിയിടമൊരുക്കിയത് ഇന്നും നാരായണന്റെ ഓർമ്മച്ചെപ്പിലുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നതും ഐക്യര വീട്ടിലായിരുന്നു. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 77ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരിക്കലും ഒളിമങ്ങാത്ത നിരവധി സംഭവങ്ങളാണ് ഐക്യര നാരായണന്റെ മനസ്സിലെത്തുന്നത്. റിപ്പോർട്ടർ പാലക്കാട്.